പിന്നെ ആ ചെക്ക് കൊണ്ട് ഫ്രെയിം ഇട്ട് വയ്ക്കാം, അത്രയേ ഉള്ളൂ. പലരുടെയും സംശയമാണ്, പണം കടം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് തിരികെ കിട്ടിയില്ലെങ്കിൽ എത്ര നാളിനുള്ളിൽ കേസ് കൊടുക്കണം. സിവിൽ കേസാണെങ്കിൽ 3 വർഷത്തിനുള്ളിൽ കോടതിയിൽ നമ്മൾ കേസ് ഫയൽ ചെയ്തിരിക്കണം. കോടതിയിൽ കേസ് ഫയൽ ചെയ്യണമെങ്കിൽ അതിന് വേണ്ടത്ര ഡോക്യുമെൻസുകൾ വേണം. പ്രോമിസറി നോട്ട്, ബാങ്ക് ട്രാൻസാക്ഷൻ, ഇതുമല്ലെങ്കിൽ ചെക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ. ഇത്തരത്തിലുള്ള വാലിഡ് ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ കോടതിയിൽ പണം തിരികെ കിട്ടാൻ വേണ്ടിയിട്ട് കേസ് ഫയൽ ചെയ്യാൻ പോവുള്ളൂ. അല്ലെ എൻ്റെ അമ്മച്ചിയാണ് എന്നെ ഈ ജമ്മത്ത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല. പിന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം, വാട്സപ്പ് ചാറ്റുണ്ട്, കോൾ റെക്കോർഡിംഗ് ഉണ്ട്. അത്തരത്തിലുള്ള എവിഡൻസ് വെച്ചുകൊണ്ട് മാത്രം കേസ് ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ചെക്ക് കേസ് എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് പ്രകാരമാണ് കേസ് കൊടുക്കുന്നത്. അതൊരു ക്രിമിനൽ പ്രൊസീജിയറാണ്. അത് മജിസ്ട്രേറ്റ് കോടതിയിലാണ് വിചാരണ ചെയ്യുന്നത്. അതിന് പ്രത്യേകമായ കാലക്രമങ്ങളുണ്ട്. ഉദാഹരണത്തിന്, ചെക്കിലെ ഡേറ്റ് മുതൽ 3 മാസത്തിനുള്ളിൽ ചെക്ക് പ്രസൻറ്റ് ചെയ്യണം. ചെക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പണം ലഭിക്കില്ല എന്നുള്ളൊരു മെമ്മോ ലഭിച്ചു കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ നമ്മൾ വക്കീൽ നോട്ടീസ് അയക്കണം. ഈ ലീഗൽ നോട്ടീസ് കൈപ്പറ്റി കഴിഞ്ഞ് 15 ദിവസം ഗ്രേസ് പീരീഡ് കൊടുക്കണം. നമുക്ക് തിരികെ പൈസ തരാനുള്ള ഒരു ടൈമാണ്. ആ 15 ദിവസം കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ കേസ് ഫയൽ ചെയ്തിരിക്കണം. ഈ 30 ദിവസത്തിനുള്ളിൽ കേസ് ഫയൽ ചെയ്തില്ല എങ്കിൽ പിന്നെ ആ ചെക്ക് കൊണ്ട് ഫ്രെയിം ഇട്ട് വയ്ക്കാം, അത്രയേ ഉള്ളൂ. പണം കടം കൊടുത്തിട്ട് തിരികെ തന്നില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, അതൊരിക്കലും ഒരു ക്രിമിനൽ കേസാവുന്നില്ല. പോലീസ് സ്റ്റേഷൻ വഴി അതിനൊരു പരിഹാരവും കിട്ടാൻ പോകുന്നില്ല. 2 ലക്ഷം രൂപ കൊടുത്താൽ നമുക്ക് ഗൾഫിലേക്കുള്ള ഒരു വിസ ഒരാൾ റെഡിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് പണം വാങ്ങിയിട്ട് വിസയോ പണമോ തിരികെ തന്നില്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാത്രമേ അതൊരു ക്രിമിനൽ കേസായിട്ട് മാറുന്നുള്ളൂ. എന്ത് സംശയം എന്താണ്? ഈ പണം തിരികെ തന്നില്ലെങ്കിൽ കോടതിയോ പോലീസോ അല്ലാതെ വേറെ എന്തെങ്കിലും മാർഗമുണ്ടെന്ന്? നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ആ ദൈവത്തിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുക, അവൻ എപ്പോഴെങ്കിലും മനസ്സലിവ് തോന്നി തിരികെ തരണേ എന്ന്. ഇല്ലെങ്കിൽ അതങ്ങ് മറന്നേക്കുക.